മഹാന്മാരെ അനുസ്മരിക്കുന്നത് എന്തിനാണ്? എല്ലാ മഹാന്മാരെ അനുസ്മരിക്കുന്നത് അല്ലാഹുവിലേക്ക് എത്താനാ. താജുൽ ഉലമ അല്ലാഹുവിലേക്ക് ലയിച്ചതെങ്ങനെയാണ്? നൂറുൽ ഉലമ അല്ലാഹുവിലേക്ക് എത്തിയതെങ്ങനെയാണ്? എന്തേ കാരണം? ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്താകുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ കൂറത്ത തങ്ങളെ ജേഷ്ഠ സഹോദരനായ ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. താജുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് തങ്ങളെ പേരമകൻ തൊട്ടടുത്തിരുന്നിട്ട് ബുറുദ പാടുകയാണ്. ആ ബുറുദ പാടുമ്പോൾ ഒരു വരിയിലങ്ങ് തെറ്റുവന്നു പോയി. സക്കറാത്തിന്റെ സ്വൽപ്പം മുമ്പാണ് താജുൽ ഉലമ എന്ത് ചെയ്തു? നിലത്തേക്കങ്ങടിച്ചു. അടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിങ്ങൾ പാടിയ വരിയിൽ തെറ്റുണ്ട്, ഒന്ന് തിരുത്തുമോ? ആ പേരക്കുട്ടിക്ക് മനസ്സിലായില്ല, ആ പുള്ളിയായ തങ്ങൾക്ക് മനസ്സിലായില്ല, എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലായില്ല. അവിടുന്ന് മൗനം വീക്ഷിച്ചപ്പോ താജുൽ ഉലമ വഫാത്തിന്റെ നേരമാണ്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, നിങ്ങൾ പാടിയ വരി ഇന്നതാണ്, അതിൽ തെറ്റു സംഭവിച്ചത് ഇന്ന വശത്താണ്, തെറ്റ് തിരുത്തേണ്ടത് ഇങ്ങനെയാണ്. ആ തെറ്റ് തിരുത്തിയിട്ട് ബുറുദയുടെ വരിയും അങ്ങ് പാടിയിട്ട് ലോകത്തോട് വിട പറഞ്ഞ താജുൽ ഉലമാനെ മറക്കാൻ പറ്റുമോ? അറിയുമോ? കർണാടകയുടെ മണ്ണിലോ ഈ കാസർഗോഡ് ജില്ലയില് ഒരു കാലഘട്ടത്തെ ആലിമീങ്ങൾ വേണമെന്ന് വരുമ്പോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നല്ലേ കൊണ്ടുവരാറുള്ളത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ കർണാടകയുടെ അനുഗ്രഹീത പ്രസിദ്ധ കേന്ദ്രമായ ഉള്ളാളത്ത് വന്ന് 60 വർഷങ്ങളിലേറെയായി മുതഅല്ലിമീങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുത്തു. അവിടെ മദനിമാരായ പണ്ഡിതന്മാര് സമൂഹത്തിന് സമർപ്പിച്ചപ്പോ ധാരാളം ശിഷ്യന്മാര് കർണാടക സ്റ്റേറ്റിൽ വന്നു, കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വന്നു. ആ മദനിമാരായ താജുൽ ഉലമയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര് രംഗത്ത് വന്നു. അങ്ങനെയല്ലേ ഈ ഭാഗത്ത് സുന്നത്ത് ജമാഅത്ത് കടന്നു വന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, താജുൽ ഉലമാനെ മറക്കാൻ പറ്റൂല. നൂറുൽ ഉലമ എംഎ ഉസ്താദ് ആരാണ് അറിയുമോ? ഇന്ന് നമ്മുടെ പള്ളികളുടെ പരിസരത്ത് മദ്രസയുണ്ട്. നമ്മുടെ ചെറിയ മക്കൾക്ക് മതവിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഭാഗങ്ങള് നുകർന്നു കൊടുക്കുന്ന വശങ്ങളാണ് മദ്രസാ വിദ്യാഭ്യാസം. ആ മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനം നമ്മുടെ നാടുകളിൽ കടന്നു വരാനുള്ള കാരണമാരാണ്? ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എംഎ ഉസ്താദ് വടകരയിൽ ചേർന്ന സമസ്തയുടെ യോഗത്തിൽ മദ്രസാ സംവിധാനത്തിന്റെ പ്രസക്തിയെ അവിടെ തുറന്നു പറഞ്ഞപ്പോ ഇന്ന് നമ്മുടെ നാടുകളിൽ മദ്രസാ സംവിധാനമുണ്ട്. ചോദിക്കട്ടെ, എംഎ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദമാണി നിലനിന്നിരുന്ന മഹാൻ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും തദൈവ. അവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റൂല. ഇവിടെ ഒരുമിച്ച് കൂടിയ കേരളത്തിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. താജുൽ ഉലമ രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. 60 വർഷങ്ങളിലേറെയായി ദർസ് നടത്തിയ മഹാനാണ്. 11 റക്അത്തും വിത്ർ നിസ്കരിക്കുന്ന മഹാനാണ്. തഹജ്ജുദ് ജീവിതത്തിൽ മുടക്കാത്ത മഹാനാണ്. സ്വലാത്ത് കൈവിടാത്ത മഹാനാണ്. എംഎ ഉസ്താദിനെ രക്ഷപ്പെടാൻ ജാമിഅ സഅദിയ മദി. ഇന്നും ജാമിഅ സഅദിയുടെ തിരുമുറ്റത്ത് കല്ലട്ര ഹാജിയുടെ പരിസരത്തായി കണ്ടില്ലേ എംഎ ഉസ്താദ് അവിടുത്തെ അനുഗ്രഹീതമായ ജാമിഅ സഅദിയുടെ മുറ്റത്ത് വിശ്രമിക്കുന്നത് കാണുന്നില്ലേ? എത്ര പേരാണ് അവിടെ പോയി യാസീൻ ഓതി അത് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിക്കണം. എംഎ ഉസ്താദിനെ രക്ഷപ്പെടാൻ അത് മതി. ശംസുൽ ഉലമാക്ക് രക്ഷപ്പെടാൻ അവിടുത്തെ പാണ്ഡിത്യവും ഇബാദത്തും മതി. കണ്ണിയത്ത് ഉസ്താദിനും അതുപോലെ, എല്ലാ മഹാന്മാരും അതുപോലെ. എന്നാൽ ചെറുപ്പക്കാരാ, നമുക്കെന്തുണ്ട്?
സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവர்கள் അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ, ശക്തി പകർന്നു കൊടുക്കട്ടെ. അവിടുന്ന് 85 വയസ്സ് കഴിഞ്ഞിട്ടു, ഏകദേശം 80ന്റെ അടുത്ത് വന്നിട്ടു ഒരു നല്ല കെൽപ്പുള്ള ചെറുപ്പക്കാരനെ പോലെ ഓടി നടക്കുന്ന ആദരണീയരായ ഗുരുവര്യർ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവர்கள் ആർക്ക് വേണ്ടിയാ ഓടി നടക്കുന്നത്? അവിടുത്തെ ഭാര്യ മക്കൾക്ക് വേണ്ടിയാണോ? അവിടുത്തെ വീട്ടുകാർക്ക് വേണ്ടിയാണോ? കുടുംബത്തിന് വേണ്ടിയാണോ? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, 25,000 വരുന്ന മക്കള് ഒരൊറ്റ ക്യാമ്പസിന്റെ ഉള്ളിലായി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നുകരുന്ന ഒരു കേന്ദ്രം, സുൽത്താനുൽ ഉലമയുടെ കേന്ദ്രമായ മർക്കസല്ലാത്ത വേറെയൊരു കേന്ദ്രമുണ്ടോ? മർക്കസിന്റെ ഒരു ദിവസത്തിന്റെ ചെലവ് എത്രയാണ്? 3 ലക്ഷങ്ങളിലേറെയാണ്. സുബ്ഹാനല്ലാഹ്, 10 ദിവസത്തിന്റെ ചെലവ് എത്രയാണ്? 35 ലക്ഷങ്ങളിലേറെയാണ്. 12 മാസങ്ങളുടെ ചെലവ് എത്രയാണ്? 1 കോടിയിലേറെയാണ്. ഒരു കൊല്ലത്തിന്റെ ചെലവ് 1 കോടിയിലേറെ എന്ന് വരുമ്പോ ചോദിക്കട്ടെ, ഒരു വർഷത്തോളം കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചിട്ട് പട്ടിണി പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ ഈ സമുദായത്തിന്റെ മുൻനിരയിലേക്ക് നയിക്കുന്ന ഒരു നേതാവ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സുൽത്താനുൽ ഉലമയല്ലാത്ത വേറെ ഒരു നേതാവില്ല. അതുകൊണ്ട് മക്കളെ, ചെറുപ്പക്കാരെ, ആ മഹാന്മാരായ നേതൃത്വമോടി നടക്കുമ്പോ പാവപ്പെട്ട നൗഫൽ എന്ത് ചെയ്തു? നൗഫലിന്റെ പ്രസംഗം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ വകുപ്പുണ്ടോ? നൗഫലിന്റെ പ്രഭാഷണം കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, നാം എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് ആശ്വസിക്കാൻ ഒരു വകുപ്പുണ്ട്. അൽഹംദുലില്ലാഹ്, ഇവിടെ SYSന്റെ പതാക കയ്യിൽ പിടിച്ച്, SSFന്റെ പതാക കയ്യിൽ പിടിച്ച് ഓടി നടക്കുന്ന ചെറുപ്പക്കാരെ, നമുക്ക് ആശ്വസിക്കാൻ ഒരു വകുപ്പുണ്ട്. എന്തേ കാരണം? ഇതിന്റെ തലപ്പത്തിരുന്ന് നേതൃത്വം നൽകിയ മഹാന്മാർ അവർ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന ഈ ദൗത്യം, ഈ പതാക കയ്യിലേന്തി ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഓടി നടന്നാൽ നാളെ അർശിന്റെ തണലുണ്ട്. അള്ളാന്റെ ഇബാദത്തിലായി വളർന്നു വന്ന ചെറുപ്പക്കാരന് അർശിന്റെ തണലുണ്ട്. ഓർത്തുപോകുന്നു, ഈ അടുത്ത് കേരളത്തിലെ നാദാപുരം എന്ന സ്ഥലത്ത് സാധുവായ ഞാൻ വാവിന് പോയപ്പോ അവിടെയുള്ള SSFന്റെ ചെറുപ്പക്കാർ, അബ്ബാസ് എന്ന പേരുള്ളൊരു ചെറുപ്പക്കാർ ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നുണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ കൂട്ടിക്കൊണ്ടുപോയി നോക്കുമ്പോ പരിസരത്ത് കണ്ണോത്ത് എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പരിസരത്ത് നേരെ മുന്നിൽ ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഒരു ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ആ ഖബറിന്റെ മീസാൻ കല്ല് നോക്കുമ്പോ ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരന്റെ ഖബറാണ്. 1995 ലോകത്തോട് വിട പറഞ്ഞ ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരൻ ഞാൻ എന്നെ അതാ കണക്കിട്ട് നോക്കുമ്പോ 22 വർഷം പിന്നിട്ടിരിക്കുന്നു. ചോദിക്കട്ടെ, ഇവിടെ ഖബറിസ്ഥാനില്ലേ 22 വർഷങ്ങൾ മരിച്ച് പിന്നിട്ട ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ഖബർ സിയാറത്തിന് സാദാത്തുക്കൾ വരുന്നത് കാണാറുണ്ടോ? തങ്ങന്മാര് വരുന്നത് കാണാറുണ്ടോ? അലിമീങ്ങൾ വരുന്നത് കാണാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഒരു പൊതു ഖബറിസ്ഥാനിൽ ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഒരു ഖബറാണ് ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇന്നും ആ ചെറുപ്പക്കാരന്റെ ഖബറ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം സിയാറത്തിന് പോകുന്ന ഒരുപാട് തങ്ങന്മാരും പ്രവർത്തകരും ആലിമീങ്ങളുണ്ട്. എന്തേ കാരണമെന്നറിയോ?
30 വർഷങ്ങൾക്ക് മുമ്പ് 30 വയസ്സ് ആകുന്നതിനു മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഓ ഖാലിദ്. പക്ഷെ എന്നാലും അറിയുമോ, ഇന്നും ആ ചെറുപ്പക്കാരനെ ഓർക്കാനുള്ള കാരണം എന്താണ്? മഹാന്മാരായ സാദാത്തുക്കളുടെ പിന്നിലണിനിരന്ന്, ആലിമീങ്ങളെ പിന്നിലണിനിരന്ന് SSFന്റെ പതാക കയ്യിൽ പിടിച്ച് പ്രവർത്തിച്ച ചെറുപ്പക്കാരനാ. എന്നോട് അബ്ബാസ് പറഞ്ഞു, ഉസ്താദേ ഓ ഖാലിദ് മരണപ്പെട്ടപ്പോൾ അന്ന് ഓ ഖാലിദിന്റെ ജനാസ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുളിപ്പിച്ച് നേരെ മർക്കസിൽ കൊണ്ടുപോയി അവിടെ ജനാസ നിസ്കാരം നടന്നു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ നാട്ടിലേക്ക് ചൊക്ലിയിലേക്ക് അതാ ജനാസ കൊണ്ടുവരികയാണ്. ആംബുലൻസിൽ മയ്യിത്ത് കൊണ്ടുവരുമ്പോ അതാ റോഡിന്റെ 2 ഭാഗത്തും 43ഓളം വരുന്ന മദ്രസയിലെ മക്കള്, അതുപോലെ ഉസ്താദുമാര്, ആ ഉസ്താദുമാരും മക്കളും റോഡിന്റെ 2 വശങ്ങളിൽ നിൽക്കുന്നു. തഹ്ലീൽ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരന്റെ ജനാസയെ വരവേൽക്കുന്നു. എന്തൊരു ഭാഗ്യമാണ്! നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. എന്തേ കാരണമെന്നറിയോ? ഓ ഖാലിദ് തങ്ങളല്ല, ഓ ഖാലിദ് വലിയ ആലിമല്ല, ഓ ഖാലിദ് വലിയ കോടീശ്വരനല്ല, ഓ ഖാലിദ് വലിയ പണക്കാരനല്ല. പക്ഷേ ഓ ഖാലിദിന്റെ കയ്യിൽ ഒരു സമ്പത്തുണ്ടായിരുന്നു. എന്താണെന്നറിയോ? SSF എന്ന സമ്പത്താണ് കേട്ടോ. കഴിഞ്ഞ